ഇത് അൽഫാം ഉണ്ടാക്കാനാണ്. എൻ്റെ മോന് ഏറ്റവും ഇഷ്ടം അൽഫാമാണ്. അൽഫാമും പിന്നെ മയണൈസ്, ഞാൻ തന്നെ ഉണ്ടാക്കിയ മയണൈസും. ഞങ്ങൾ രണ്ടുപേരെ മയണൈസ് കഴിക്കത്തുള്ളൂ. എൻ്റെ ചേട്ടനാണെങ്കിൽ മയണൈസിൻ്റെ ആ സൈഡിൽ കൂടെ പോലും പോകത്തില്ല. എങ്കിലും ഞങ്ങളത് ഉണ്ടാക്കി ചേട്ടനെ കൊണ്ട് നിർബന്ധിച്ച് കുറച്ചൊക്കെ. മയണൈസ് ചേട്ടൻ തൊടത്തില്ല. ഈ ചിക്കൻ ചേട്ടൻ ഇഷ്ടമാണ്. അൽഫാം പോലെയൊക്കെ വയ്ക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇന്ന് രാത്രിയിൽ അൽഫാമും ഉച്ചയ്ക്ക് ചിക്കൻ കറിയുമാണ്. പിന്നെ ഇതിന് 2 പീസൊക്കെ എടുത്ത് വറക്കണം, ഫ്രൈ ചെയ്യണം. ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് എല്ലാവരും ചെയ്യുന്ന പോലെയല്ല. എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കും. ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ മാത്രം ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കും. എന്നിട്ട് പിന്നെ അതിൻ്റെ മസാലയൊക്കെ അരച്ച് വേറൊരു പാത്രത്തിലിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് വഴറ്റി ആ മസാല എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പുതിനയില, മല്ലിയില, പിന്നെ ഗരം മസാല, കുരുമുളക് ഇതെല്ലാം അരച്ചിട്ട് വേറൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് അതിനകത്തിട്ട് വഴറ്റിയെടുത്തിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഈ ഫ്രൈ ചെയ്ത് ചിക്കൻ അതിനകത്തോട്ടിടും. ഇവിടെ എല്ലാവർക്കും ചിക്കൻ ഫ്രൈ ചെയ്താലും അതിനൊരു ഗ്രേവി വേണം. എന്നിട്ട് അത് കഴിക്കാൻ ഇഷ്ടം. എനിക്ക് ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മൾ ഈ മാഗിയില്ലേ, മാഗി, ചിക്കൻ ഫ്രൈ, മയണൈസ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ചേട്ടന് പിന്നെ ചോറ് തന്നെ വേണം. അപ്പം ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാം. ഞാൻ ചിക്കൻ കറി വയ്ക്കുമ്പോൾ എപ്പോഴും സവാള സ്ക്വയറായിട്ട് അരിഞ്ഞ് ഇതളായിട്ട് ഇളക്കിയിട്ട് അങ്ങനെ വഴറ്റുന്നത്. അപ്പോൾ അതിനകത്ത് ഈ സവാള കടിക്കാൻ കിട്ടും. അങ്ങനെ കടിക്കാൻ കിട്ടുന്ന ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അധികം അങ്ങനെ നീളത്തിലരിഞ്ഞ് വെക്കത്തില്ല. അതുപോലെ ചിക്കൻ മസാലയോ ഗരം മസാലയോ അങ്ങനെ അതൊക്കെ കൂടെ ചേർത്ത് പിടിച്ചാൽ അതൊന്നും അധികം ഞാൻ ചേർക്കത്തില്ല. ഞാൻ കൂടുതൽ ചേർക്കുന്ന പെരുംജീരകം കൂടുതൽ അരച്ച് ചേർക്കും. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ബാക്കി സ്പൈസസൊക്കെ ചേർക്കും, എന്നാലും പെരുംജീരകം കൂടുതൽ അരച്ച് ചേർക്കുമ്പം അത് പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ കുരുമുളക് ഞാൻ പൊടിച്ചാണ് ചേർക്കുന്നത്. കുരുമുളക് വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് അത് അരച്ച് ചേർക്കും. അപ്പോൾ നല്ല ടേസ്റ്റ്, എനിക്കത് നല്ല ടേസ്റ്റായിട്ട് തോന്നും. ചിക്കൻ വാങ്ങുമ്പോൾ എനിക്ക് ഇത്ര സന്തോഷം വരാൻ വേറൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വേറെ ഒരു കറിയും വെക്കണ്ട, ചിക്കൻ കറി മാത്രം വെച്ചാൽ മതി. ഒഴിക്കാൻ പോലും ഒന്നും വെക്കണ്ട. അപ്പോൾ പിന്നെ സംഭവം ജോലിയെല്ലാം ഭയങ്കര ഈസിയായി. പിന്നെ പക്ഷേ ഞങ്ങൾ ഇനി എല്ലാ ദിവസവും ചിക്കൻ മേടിക്കുന്നില്ല. നാളെ ഒരു വീണ്ടും മീൻ തന്നെ ആയിരിക്കും. കാരണം മീനില്ലാതെ ചേട്ടന് ഒരു പോലും ഇറങ്ങത്തില്ല. കൊറോണ സമയത്ത് ഒരു ദിവസം പോലും ഞങ്ങൾ വീട്ടിൽ മീനില്ലാതെ ഇരുന്നിട്ടില്ല. ചേട്ടന് മീനുണ്ടെങ്കിലേ ചോറ് കഴിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എങ്ങനെയായാലും മീൻ മേടിച്ച് കഴിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. ഞാനുള്ള ചിക്കനൊക്കെ ഞാൻ അടുപ്പിലോട്ട് വെച്ച്